അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ വിരിയുന്ന പുഞ്ചിരിയേക്കാൾ ഉപരിയായി നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിലെ നിശബ്ദമായ പോരാട്ടങ്ങളെയാണ് ഞാൻ കാണുന്നത്. ഈ ലോകം ഒരു വലിയ ചന്തയാണ്. ഇവിടെ എല്ലാവരും അവരവരുടെ വേദനകൾക്ക് തിരശീലയിട്ട് ആനന്ദം അഭിനയിക്കുന്നു. എല്ലാവരും മുഖമൂടികൾ ധരിച്ചവർ. എന്നാൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോയ ചിലരുണ്ടാകില്ലേ? പുറമെ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുമ്പോഴും ഉള്ളിൽ നീറിപ്പുകയുന്ന കനലുകൾ പേറുന്നവർ. ലോകത്തിനു മുന്നിൽ ശക്തരെന്ന് നടിക്കുമ്പോഴും രാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ തലയിണ നനയുവോളം കരയുന്നവർ. പടച്ചവന്റെ മുന്നിൽ ഒരു മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്നവർ. ജീവിതം ചിലപ്പോൾ നമ്മെ ശ്വാസം മുട്ടിക്കാറില്ലേ? കടൽ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷണങ്ങൾ വരുമ്പോൾ ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത വാക്കുകൾക്ക് അതീതമായൊരു ഭാരം നെഞ്ചിനുള്ളിൽ വന്ന് നിറയാറില്ലേ? നിങ്ങൾ ജീവനു തുല്യം വിശ്വസിച്ചവർ നിങ്ങളെ നടുകടലിൽ ഉപേക്ഷിക്കുമ്പോൾ, വർഷങ്ങളോളം കണ്ണീരോടെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ, സ്വപ്നങ്ങൾ ഓരോന്നായി കൺമുന്നിൽ ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീഴുമ്പോൾ, നെഞ്ചുപൊട്ടി നമ്മൾ ചോദിച്ചു പോകാറില്ലേ, പടച്ചവനെ, ഇനി എങ്ങോട്ട്? എൻ്റെ കരുത്ത് അവസാനിച്ചിരിക്കുന്നു, എനിക്ക് ശ്വാസം മുട്ടുന്നു. മനുഷ്യൻ പരാജയപ്പെടുന്നത് അവൻ്റെ പ്രശ്നങ്ങൾ വലുതാകുമ്പോഴല്ല, മറിച്ച് അവൻ്റെ ഹൃദയം ശൂന്യമാകുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ചുറ്റുമുള്ളവർ നിങ്ങളെ പരിഹസിച്ചേക്കാം, സാഹചര്യങ്ങൾ നിങ്ങളെ ചതിച്ചേക്കാം, പ്രിയപ്പെട്ടവർ പകുതി വഴിയിൽ കൈവിട്ടേക്കാം. എന്നാൽ ഓർക്കുക, ലോകം മുഴുവൻ നിങ്ങളുടെ മുഖത്തിന് നേരെ വാതിലുകൾ കൊട്ടിയടച്ചാലും ഒരു വാതിൽ മാത്രം നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും തുറന്നു തന്നെ കിടക്കുന്നുണ്ടാകും. അതാ കാരുണ്യവാനായ പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ വാതിലാണ്. അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് മന്ത്രിക്കുന്നത് എത്ര മനോഹരമായാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ടല്ലയോ ഹൃദയങ്ങൾ ശാന്തമാകുന്നത്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. നമ്മുടെ ഹൃദയങ്ങൾ തിരയുന്നത് പണമല്ല, പ്രശസ്തിയല്ല, മറിച്ചൊരു തണലാണ്, ഒരാശ്വാസമാണ്. ഈ ലോകത്തിലെ സകല ബന്ധങ്ങളും വ്യവസ്ഥകൾക്ക് വിധേയമാണ്. എന്നാൽ നിന്നെ പടച്ചവൻ നിന്നെ സ്നേഹിക്കുന്നത് നീയായതുകൊണ്ട് മാത്രമാണ്. നിന്റെ തകർച്ചയിലും നിന്റെ പാപങ്ങളിലും നിന്റെ നിസ്സഹായതയിലും അവൻ നിന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. അവൻ പറയുന്നു, മടങ്ങിവരൂ, നിന്റെ ഭാരങ്ങൾ എനിക്കു തരൂ. ഇന്ന് നമ്മൾ ഇവിടെ ഒന്നിച്ചിരിക്കുന്നത് കേവലം ചില വാക്കുകൾ കേൾക്കാനല്ല, മറിച്ച് നമ്മുടെ തകർന്ന ഹൃദയങ്ങളെ ആ ദിവ്യാനുരാഗത്തിൻ്റെ നൂലിഴകൾ കൊണ്ട് തുന്നിച്ചേർക്കാനാണ്. പ്രപഞ്ചത്തിൻ്റെ താളം നിയന്ത്രിക്കുന്ന ആ രഹസ്യം നിങ്ങളുടെ കാതുകളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുകയാണ്. തയ്യാറാണോ നിങ്ങൾ ആ ആത്മീയ പ്രയാണത്തിന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു വാക്കിനെക്കുറിച്ചോ നാവുകൊണ്ട് ഉരുവിടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചോ അല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ താളം നിയന്ത്രിക്കുന്ന അദൃശ്യമായ ആ മഹാശക്തിയുടെ ആത്മീയ രഹസ്യത്തെക്കുറിച്ചാണ്. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ആത്മീയ ഊന്നുവടിയാണത്. മഹാനായ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ മൂസ, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? പ്രിയപ്പെട്ടവരെ, സ്വർഗമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് ഈ വചനത്തിൻ്റെ യഥാർത്ഥ പൊരുൾ? സാധാരണഗതിയിൽ നാം ഇതിനെ അർത്ഥമാക്കുന്നത് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല എന്നാണ്. എന്നാൽ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സൂഫി വര്യന്മാർ ഇതിനെ കാണുന്നത് മറ്റൊരു മനോഹരമായ തലത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലാ ഹൗല, അതായത് ഒരു പാപത്തിൽ നിന്ന് ഓടി മാറാനോ തെറ്റായ ചിന്തകളിൽ നിന്ന് ഹൃദയത്തെ മോചിപ്പിക്കാനോ എനിക്ക് സ്വന്തമായി ഒരു മാറ്റമില്ലായ്മയാണ്. പടച്ചവന്റെ സംരക്ഷണമില്ലെങ്കിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും വീണുപോകാവുന്ന വെറുമൊരു മൺകുടമാണ്. വലാ ഖുവത, ഒരു ചെറിയ പുണ്യം ചെയ്യാനോ ഒരു നന്മയിലേക്ക് ചുവടുവെക്കാനോ എനിക്ക് തനിയെ ഒരു കരുത്തുമില്ല. ഞാൻ ചെയ്യുന്ന ഓരോ സുജൂദും ഞാൻ നൽകുന്ന ഓരോ നാണയത്തൊട്ടും എൻ്റെ കഴിവാണെന്ന് ഞാൻ അഹങ്കരിക്കുമ്പോൾ എൻ്റെ ആത്മീയത അവിടെ മരിക്കുന്നു. ചുരുക്കത്തിൽ, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലാഹുവിൻ്റെ ഒരു കരം എൻ്റെ പിന്നിൽ വേണം. നന്മ ചെയ്യാൻ അവൻ്റെ ഒരു തൗഫീഖ് എനിക്ക് തുണയാകണം. എൻ്റെ ശ്വാസത്തിലും ചലനത്തിലും അവൻ്റെ സഹായമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പൈശാചികമായ അഹങ്കാരമാണ്. ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ട് പണമുണ്ടായി, ഞാൻ പഠിച്ചതുകൊണ്ട് ജോലി കിട്ടി, എൻ്റെ മിടുക്കുകൊണ്ട് ഈ വീടുണ്ടായി എന്നൊക്കെ ചിന്തിക്കുന്ന ഞാൻ എന്ന ഭാവം.
ഈ ഞാൻ എന്ന വിഗ്രഹം തകരുമ്പോഴാണ് യഥാർത്ഥ ആത്മീയതയുടെ സൂര്യൻ ഉദിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കടലിൻ്റെ അതിഭീമമായ തിരമാലകളെ ശാന്തമാക്കുന്നവൻ, ആകാശത്തിൻ്റെ വിശാലതയിൽ ശതകോടി നക്ഷത്രങ്ങളെ ഒന്നിനോടൊന്ന് കൂട്ടിയിടിക്കാതെ കൃത്യമായ ഭ്രമണപഥത്തിൽ വഴി നടത്തുന്നവൻ, ആ സർവശക്തനായ റബ്ബ് നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ദുനിയാവിലെ ഏതു പ്രയാസത്തിനാണ് നിങ്ങളെ തളർത്താൻ കഴിയുക? മനുഷ്യർ നിങ്ങളെ തടയാൻ ശ്രമിച്ചേക്കാം, രോഗങ്ങൾ നിങ്ങളെ പരീക്ഷിച്ചേക്കാം, സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങളെ ശ്വാസം മുട്ടിച്ചേക്കാം. എന്നാൽ നിങ്ങൾ ലാ ഹൗല എന്ന് ഹൃദയം കൊണ്ട് ഉരുവിടുമ്പോൾ നിങ്ങൾ ആകാശഭൂമികളുടെ യജമാനനിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ മഹാശക്തി നിങ്ങളുടെ കൂടെയുണ്ടെന്ന ബോധ്യം വരുമ്പോൾ ലോകം മുഴുവൻ എതിർത്താലും നിങ്ങളുടെ ഉള്ളിൽ ഒരു അചഞ്ചലമായ കരുത്തു രൂപപ്പെടും. ആ കരുത്തിനു മുന്നിൽ പരാജയപ്പെടാത്ത ഒരു പ്രതിസന്ധിയുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പകിട്ടേറിയ ഒരു ലോകത്താണ്. പക്ഷേ ഈ തിളക്കങ്ങൾക്കിടയിലും മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണ്? അത് പുറമേയുള്ള ശത്രുക്കളല്ല, മറിച്ച് സ്വന്തം ഉള്ളിലെ ഇരുട്ടാണ്. ഡിപ്രഷനും ആകുലതകളും നമ്മുടെ ആത്മാവിനെ ശ്വാസം മുട്ടിക്കുന്ന ഈ കാലത്ത് ഹബീബായ റസൂൽ നൽകിയ ഒരു വലിയ സുവാർത്തയുണ്ട്. ഹദീസുകളിൽ കാണാം, ആരെങ്കിലും ലാ ഹൗല വലാ ഖുവത്തെ ഇല്ലാ ബില്ലാഹ് എന്ന് പതിവാക്കിയാൽ അത് 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ്. അതിലേറ്റവും ലളിതമായത് ഹമ്മ് ആകുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, 99 രോഗങ്ങൾ. അതിലേറ്റവും നിസ്സാരമായതാണ് മനോവിഷമമെങ്കിൽ ഈ ദിക്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടാകും? എന്തുകൊണ്ടാണ് ഒരു വാക്ക് ചൊല്ലുമ്പോൾ നമ്മുടെ ഉത്കണ്ഠകൾ അലിഞ്ഞില്ലാതാകുന്നത്? നമുക്കെപ്പോഴാണ് ആകുലതകൾ ഉണ്ടാകുന്നത്? എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ്, എനിക്കിത് ശരിയാക്കാൻ കഴിയുന്നില്ലല്ലോ, നാളെ എന്ത് സംഭവിക്കും, എൻ്റെ മക്കളുടെ കാര്യം എന്താകും, എൻ്റെ ബിസിനസ് തകരുമോ എന്നിങ്ങനെയുള്ള 100 കൂട്ടം ചിന്തകൾ നമ്മുടെ തലയ്ക്കൽ ഭാരമായി കയറിയിരിക്കുമ്പോഴാണ് നാം തളർന്നു പോകുന്നത്. എല്ലാം തനിയെ ചുമക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ ഡിപ്രഷൻ്റെ ആഴങ്ങളിലേക്ക് വീഴുന്നത്. എന്നാൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ലാ ഹൗല വലാ ഖുവത്തെ ഇല്ലാ ബില്ലാഹ് എന്നുരുവിടുമ്പോൾ നിങ്ങൾ പ്രപഞ്ചനാഥനോട് നടത്തുന്ന ഒരു വലിയ പ്രഖ്യാപനമുണ്ട്. പടച്ചവനെ, ഞാനിതാ തോറ്റുതരുന്നു. എൻ്റെ പക്കൽ ഒന്നുമില്ല, എനിക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. നീയാണ് സർവവും നിയന്ത്രിക്കുന്നവൻ, നീയാണെൻ്റെ ഉടമസ്ഥൻ. ഇതാ എൻ്റെ എല്ലാ ആകുലതകളും എൻ്റെ എല്ലാ ഭാരങ്ങളും ഞാൻ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മൈലുകളോളം ഭാരമേറിയ ഒരു ചുമട് തലയിലേറ്റി നടക്കുന്ന ഒരു യാത്രക്കാരൻ അത് താഴെ വയ്ക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ആശ്വാസമുണ്ടല്ലോ, അതാണ് ലാ ഹൗല നൽകുന്ന സമാധാനം. ഇനി ഞാൻ ഒറ്റയ്ക്കല്ല, പടച്ചവൻ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന ബോധ്യം ഹൃദയത്തിലേക്കൊരു തണുപ്പായി ഇറങ്ങി വരും. ഡിപ്രഷൻ എന്നത് ഒരു ഇരുണ്ട ഗുഹ പോലെയാണ്. അവിടെ വെളിച്ചമില്ല, പ്രത്യാശയില്ല. എന്നാൽ ആ ഇരുട്ടിൽ തപ്പുന്നവന് ലഭിക്കുന്ന ഒരു മിന്നൽ പിണറുപോലെയാണ് ഈ വചനം. ഇത് വെറുമൊരു വാക്കല്ല, ആത്മാവിൻ്റെ വിലാപമാണ്. സൂഫികൾ പറയും, നീ നിന്റെ അശക്തിയെ അംഗീകരിക്കുമ്പോൾ അള്ളാഹു നിന്റെ ശക്തിയെ നിന്നിലേക്ക് പകർന്നു തരും. നീ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, ഞാൻ നിനക്ക് വേണ്ടിയുണ്ട്. ആകാശഭൂമികളുടെ ഖജാന കൈവശമുള്ളവൻ നിന്റെ ഭാരം ഏറ്റെടുത്താൽ പിന്നെ നീ എന്തിനു ഭയപ്പെടണം? കടൽക്ഷോഭത്തിലകപ്പെട്ട ഒരു കൊച്ചു തോണി പോലെയാണ് നമ്മുടെ മനസ്സ്. തിരമാലകൾ അലറി വിളിക്കുമ്പോൾ തകരുമെന്നുറപ്പുള്ള നിമിഷത്തിൽ ലാ ഹൗല എന്ന നങ്കൂരമിടുക. പ്രക്ഷുബ്ധമായ ആ കടലിലും നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. കാരണം ആ തരംഗങ്ങളെ സൃഷ്ടിച്ചവൻ്റെ കയ്യിലാണ് നിങ്ങളുടെ തോണിയുടെ നിയന്ത്രണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയിൽ ഉറക്കം വരാതെ നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ, നെഞ്ചിലൊരു കല്ല് വെച്ചതുപോലെ ഭാരം തോന്നുമ്പോൾ കണ്ണുകളടച്ച് ഈ മന്ത്രം ഉരുവിട്ടു നോക്കൂ. ഓരോ തവണ ചൊല്ലുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഞാൻ എന്ന ഭാരം കുറയുന്നതായും അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളെ പൊതിയുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇരുട്ടിനെ വെളിച്ചമാക്കാൻ, കണ്ണുനീരിനെ പുഞ്ചിരിയാക്കാൻ, ഡിപ്രഷൻ്റെ ആഴങ്ങളിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ സ്വർഗത്തിലെ ഈ നിധിയല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം ഒരു വലിയ സ്റ്റേജാണ്. സൂഫി വര്യന്മാർ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഉപമിച്ചിട്ടുള്ളത് ഒരു പാവക്കൂത്തിനോടാണ്. ഒരു പാവക്കൂത്ത്, പപ്പറ്റ് ഷോ നിങ്ങൾ സങ്കല്പിക്കുക. വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ച പാവകൾ സ്റ്റേജിൽ അതിമനോഹരമായി ചുവടുവെക്കുന്നു. ചിലപ്പോൾ അവ ചിരിക്കുന്നു, ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ യുദ്ധം ചെയ്യുന്നു. സദസ്സിലിരിക്കുന്ന കാണികൾ ആ ചുവടുകൾ കണ്ട് കൈയടിക്കുന്നു. ആ നിമിഷം ആ പാവ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, നോക്കും, ഞാൻ എത്ര വേഗത്തിലാണ് ചുവടുവെക്കുന്നത്, എൻ്റെ കൈകൾക്ക് എന്ത് ചന്തമാണ്, എൻ്റെ ചലനങ്ങൾ എത്ര കൃത്യമാണ്. എന്നാൽ ആ പാവ അറിയുന്നില്ല, തിരശീലയ്ക്ക് പിന്നിലെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ആ മഹാകലാകാരൻ്റെ വിരലുകളാണ് തന്നെ ചലിപ്പിക്കുന്നതെന്ന്. അവൻ്റെ ഓരോ ശ്വാസവും ഓരോ ചലനവും ആ വിരൽത്തുമ്പിലെ നൂലിഴകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കലാകാരൻ തൻ്റെ വിരലുകൾ ഒന്ന് നിശ്ചലമാക്കിയാൽ, ആ നൂലുകൾ ഒന്ന് അഴച്ചുവിട്ടാൽ, ചടുലമായി ചലിച്ചിരുന്ന ആ പാവ ഒരു നിമിഷം കൊണ്ട് വെറുമൊരു മഴക്കഷ്ണമായി തറയിൽ വീഴും.
പിന്നെ അതിന് ചിരിക്കാനോ കരയാനോ ചുവടുവെക്കാനോ കഴിയില്ല. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നമ്മൾ നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വലിയ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴും നാം വിചാരിക്കും അത് നമ്മുടെ മിടുക്കാണെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് എന്ന നൂലാണ് നമ്മെ ചലിപ്പിക്കുന്നത്. ആ നൂലിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിക്കുന്നതാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പരാജയം. എന്നാൽ ആ നൂലിനെ സ്നേഹിക്കുന്നതും അത് ചലിപ്പിക്കുന്ന വിരലുകൾക്ക് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുന്നതുമാണ് യഥാർത്ഥ വിജയം. സൂഫി മാർഗത്തിൽ ഇതിനെ തസ്ലീം എന്ന് വിളിക്കുന്നു. പാവയ്ക്ക് സ്വന്തമായി ആഗ്രഹങ്ങളില്ലാത്തപ്പോൾ അത് കലാകാരൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടിയായി മാറുന്നു. അതുപോലെ നാം നമ്മുടെ ഇഷ്ടങ്ങളെ പടച്ചവൻ്റെ ഇഷ്ടത്തിലേക്ക് ലയിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു മനോഹരമായ കവിതയായി മാറും. ശ്വസിക്കുന്നത് നീയല്ല, അവനാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്ന ആ വായു നിങ്ങളുടെ സ്വന്തമാണോ? രാത്രിയിൽ നിങ്ങൾ ലോകം മറന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിലച്ചു പോകാതെ കാക്കുന്നത് നിങ്ങളുടെ ഏത് മിടുക്കാണ്? ശ്വാസകോശത്തിൻ്റെ അറകളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിലോ കോടാനുകോടി കോശങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതിലോ നിങ്ങൾക്ക് വല്ല പങ്കുമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നിങ്ങളെ കാക്കുന്നത് അവൻ്റെ കാരുണ്യമാണ്. നിന്റെ ശ്വാസം പോലും നിന്റേതല്ലെങ്കിൽ പിന്നെന്തിനാണ് നീ നിന്റെ തലയിൽ ഇല്ലാത്ത ഭാരങ്ങൾ ചുമക്കുന്നത്? എന്തിനാണ് നീ നാളെയെക്കുറിച്ചോർത്ത് ഉരുകുന്നത്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒറ്റയ്ക്കല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നവൻ നിന്നെയും താങ്ങുന്നുണ്ട്. നീ വീഴുമ്പോൾ പിടിക്കാൻ അവൻ്റെ കൈകളുണ്ട്. നീ തളരുമ്പോൾ നിന്നെ ചേർത്തു പിടിക്കാൻ അവൻ്റെ കാരുണ്യമുണ്ട്. എനിക്ക് കഴിയില്ല എന്ന് നീ സമ്മതിക്കുന്നിടത്താണ് അവൻ്റെ സഹായം തുടങ്ങുന്നത്. പാവയുടെ നൂൽ അവൻ്റെ കയ്യിലാണെന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ നിനക്കൊന്നിനെയും ഭയപ്പെടാനില്ല. കാരണം ആ കലാകാരൻ തൻ്റെ പാവയെ ഒരിക്കലും അനാവശ്യമായി മുറിവേൽപ്പിക്കില്ല. ഓരോ വേദനയും ഓരോ പരീക്ഷണവും നിന്നെ കൂടുതൽ മനോഹരമായി ചലിപ്പിക്കാനുള്ള അവൻ്റെ തന്ത്രങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ ഭാരങ്ങളൊക്കെ അവൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുക. ലാ ഹൗല എന്ന് ചൊല്ലുമ്പോൾ ആ നൂലുകളിലേക്ക് നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. അവിടെ തുടങ്ങുന്നു നിന്റെ യഥാർത്ഥ യാത്ര, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അനന്തമായ യാത്ര. പ്രിയപ്പെട്ടവരെ, പരാജയം എന്ന വാക്കിനെ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത്? ലോകത്തിൻ്റെ കണ്ണിൽ നിങ്ങൾ ഒരുപക്ഷെ വട്ടപൂജ്യമായിരിക്കാം. ബിസിനസ്സിൽ സർവ്വവും തകർന്ന് തെരുവിൽ നിൽക്കുന്നവനാകാം നിങ്ങൾ. പരീക്ഷാ ഹാളിലെ മാർക്ക് ലിസ്റ്റിൽ തോറ്റുപോയവനാകാം നിങ്ങൾ. അല്ലെങ്കിൽ സ്നേഹിച്ചവർ പകുതി വഴിയിൽ കൈവിട്ടപ്പോൾ തകർന്നുപോയ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാകാം നിങ്ങൾ. എന്നാൽ ഓർക്കുക, ദുനിയാവിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡമല്ല അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത്. ലോകം നിങ്ങളെ പരാജിതൻ എന്ന് വിളിക്കുമ്പോൾ ആകാശലോകത്തിലെ മലക്കുകൾ നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്നുണ്ടാകും. കാരണം ഒരടിമ തൻ്റെ സർവ്വ തകർച്ചകളിലും പതറാതെ കണ്ണീരോടെ തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ വിറയ്ക്കുന്ന കൈകൾ ഉയർത്തുമ്പോൾ അവിടെയാണ് പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ വിജയം പിറക്കുന്നത്. വിജയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ നാവിലല്ല, നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴത്തിലുള്ള വിശ്വാസത്തിലാണ്. പലപ്പോഴും നമ്മൾ മനുഷ്യർക്ക് മുന്നിൽ ജയിക്കാൻ വേണ്ടി ഓടുന്നു. എന്നാൽ യഥാർത്ഥ ആത്മീയത പഠിപ്പിക്കുന്നത് തോറ്റുകൊടുക്കാനാണ്. പക്ഷേ അത് മനുഷ്യർക്ക് മുന്നിലല്ല, മറിച്ച് നിങ്ങളെ സൃഷ്ടിച്ച ആ മഹാശക്തിക്ക് മുന്നിലാണ്. ഒരടിമ തൻ്റെ റബ്ബിന് മുന്നിൽ നെറ്റിത്തടം മണ്ണിൽ ചേർത്ത് വെച്ച് തികഞ്ഞ നിസ്സഹായതയോടെ, പടച്ചവനെ എനിക്ക് കഴിയില്ല, എനിക്ക് ശക്തിയില്ല, നീയില്ലാതെ ഞാൻ വെറുമൊരു മൺതരിയാണ് എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ ആ അടിമയെ അള്ളാഹു തൻ്റെ സിംഹാസനത്തോളം ഉയർത്തും. നീ നിന്റെ അഹങ്കാരത്തെ അറുത്തുമാറ്റുന്ന ആ നിമിഷം ആകാശത്തിൻ്റെ വാതിലുകൾ നിനക്കായി തുറക്കപ്പെടും. ഓർക്കുക, വിത്ത് മണ്ണിൽ വീണ് അതിൻ്റെ അസ്തിത്വം ഇല്ലാതാകുമ്പോഴാണ് അത് മനോഹരമായൊരു മരമായി മുളച്ചു പൊങ്ങുന്നത്. നിന്റെ ഞാൻ എന്ന ഭാവം മണ്ണടിയുന്നിടത്താണ് നിന്റെ ആത്മാവിൻ്റെ വസന്തം തുടങ്ങുന്നത്. തോറ്റുകൊടുക്കുന്നിടത്താണ് വിജയമൊളിഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. പ്രഭാതസൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഏൽക്കുമ്പോൾ മഞ്ഞുതുള്ളി അലിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന വചനം. ഇത് നിന്റെ നാവിലൂടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിന്റെ ഉള്ളിലെ ഭയത്തിൻ്റെ കാർമേഘങ്ങൾ പെയ്തൊഴിയും. നിന്റെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെ കരിങ്കല്ലുകൾ ഉരുകിത്തീരും. പരാജയങ്ങളെ ഭയപ്പെടുന്നത് നിർത്തൂ. ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിന് അർത്ഥമുള്ളൂ. തകർച്ചകളുണ്ടെങ്കിലേ അള്ളാഹുവിൻ്റെ സഹായത്തിന് മാധുര്യമുണ്ടാകൂ. ഈ പ്രപഞ്ചം മുഴുവൻ നിനക്കെതിരെ തിരിഞ്ഞാലും നിന്റെ ഉള്ളിൽ ഈ ഒരു വാചകത്തിൻ്റെ കരുത്തുണ്ടെങ്കിൽ നീ തോൽക്കില്ല. കാരണം നിന്റെ ശക്തി നിന്റേതല്ല, അത് ആകാശഭൂമികളുടെ ഉടമസ്ഥൻ്റേതാണ്. നിന്റെ കണ്ണുനീരിനൊരു മൂല്യമുണ്ട്. നിന്റെ ഓരോ തേങ്ങലിനും ഒരു മറുപടിയുണ്ട്. നീ തളർന്നിരിക്കുമ്പോൾ അള്ളാഹു നിന്റെ അടുത്തുണ്ട്. ആ കാരുണ്യത്തിലേക്ക് നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കൂ. എന്നിട്ട് ആശ്വാസത്തോടെ മന്ത്രിക്കൂ, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. പ്രിയപ്പെട്ടവരെ, കേവലം അറിവുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം മാറില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു താൽക്കാലിക ആവേശം നാളെ കെട്ടടങ്ങിയേക്കാം.
എന്നാൽ നമുക്കിന്നു മുതൽ ഒരു പുതിയ വഴി പരീക്ഷിച്ചു നോക്കാം. ഇത് വെറുമൊരു പരീക്ഷണമല്ല, മറിച്ച് തകർന്ന ഹൃദയങ്ങൾ റബ്ബിലേക്ക് മടങ്ങുന്ന ഒരു തീർത്ഥാടനമാണ്. നാവുകൊണ്ട് മാത്രമല്ല, ആത്മാവിൻ്റെ ഓരോ കോശവും കൊണ്ട് നമുക്ക് അല്ലാഹുവോട് സംവദിക്കാം. അതിനായി ഈ 5 ഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം. ശുദ്ധി, ദ സേക്രഡ് റിച്വൽ. രാത്രിയുടെ 3-ാം യാമത്തിൽ ലോകം മുഴുവൻ നിശബ്ദതയിൽ ആണ്ടു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പുലർകാലത്തെ തണുത്ത കാറ്റിൽ നിങ്ങൾ എഴുന്നേൽക്കുക. ലോകത്തിൻ്റെ മാലിന്യങ്ങളെ കഴുകിക്കളയുന്നത് പോലെ ശുദ്ധിയോടെ വുളൂ ചെയ്യുക. ഓരോ തുള്ളി വെള്ളം നിങ്ങളുടെ അവയവങ്ങളിലൂടെ ഒഴുകുമ്പോഴും നിങ്ങളുടെ പാപങ്ങളും ആകുലതകളും ആ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകുന്നു എന്ന് സങ്കല്പിക്കുക. ഏകാന്തത. ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നും ഫോണിലെ സന്ദേശങ്ങളിൽ നിന്നും മനുഷ്യരുടെ ശല്യങ്ങളിൽ നിന്നും മാറി ഒരു മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക. കിബിലയ്ക്ക് മുന്നിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തോട് വിട പറയുകയാണ്. നിങ്ങളുടെ മുന്നിൽ കാരുണ്യവാനായ റബ്ബ് മാത്രം. ആ ഏകാന്തതയിൽ ഭയപ്പെടാനൊന്നുമില്ല. കാരണം ഏകാന്തതയിലാണ് അല്ലാഹുവിൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. സമർപ്പണം, ദ ഗ്രാൻഡ് സറണ്ടർ. മെല്ലെ കണ്ണുകളടക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ റബ്ബിന് മുന്നിൽ തുറന്നിടുക. നിങ്ങളുടെ കടബാധ്യതകൾ ഒരു പർവ്വതം പോലെ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടാകാം. മാറാരോഗങ്ങൾ നിങ്ങളെ തളർത്തുന്നുണ്ടാകാം. അല്ലെങ്കിൽ ആരും അറിയാത്ത കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളെ നീറ്റുന്നുണ്ടാകാം. അവയെല്ലാം ഓരോന്നായി എടുത്ത് അല്ലാഹുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. പടച്ചവനെ, ഇതെനിക്ക് താങ്ങാൻ കഴിയില്ല, ഇതാ നീ ഇതേറ്റെടുക്കൂ എന്ന് പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ദിക്ർ. ഇനി ആർദ്രമായ സ്വരത്തിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഈ വചനം മന്ത്രിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ബദ്രീങ്ങളുടെ എണ്ണം പോലെ 313 വട്ടം ഇത് ചൊല്ലുക. ഓരോ തവണ ചൊല്ലുമ്പോഴും പ്രപഞ്ചത്തിൻ്റെ അധികാരം നിങ്ങളുടെ റബ്ബിനാണെന്നും അവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നും ഉറച്ചു വിശ്വസിക്കുക. ആ 313 വട്ടവും നിങ്ങൾ അല്ലാഹുവിൻ്റെ സഹായത്തിൻ്റെ സൈന്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഓരോ വചനമുതിരുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഭാരം അലിഞ്ഞില്ലാതാകുന്നത് നിങ്ങൾ അനുഭവിക്കും. ഒടുവിൽ ഹൃദയം നിറയുമ്പോൾ കണ്ണുനീരോടെ കൈകൾ ഉയർത്തുക. വാക്കുകൾ കിട്ടിയില്ലെങ്കിലും സാരമില്ല, നിങ്ങളുടെ കണ്ണുനീർ അല്ലാഹുവോട് സംസാരിച്ചുകൊള്ളും. ആ കണ്ണുനീർ തുളികൾ നിങ്ങളുടെ ഹൃദയത്തിലെ കറകളെ കഴുകിക്കളയും. ആ നിമിഷം നിങ്ങൾ അല്ലാഹുവിലേക്ക് എത്രത്തോളം അടുത്തു എന്ന് നിങ്ങൾ തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ നിങ്ങളൊന്ന് മുന്നോട്ട് പോയി നോക്കൂ. നിങ്ങളെ തളർത്തിയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ രാത്രിക്ക് രാത്രി മാറിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു മഹാശക്തി, ഇൻറ്റേർണൽ പവർ നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ടാകും. പ്രപഞ്ചനാഥൻ്റെ സംരക്ഷണം ഉറപ്പായ ഒരാൾക്ക് പിന്നെ എന്തിനെയാണ് ഭയപ്പെടാനുള്ളത്? പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ കൈകൾ ഉയർത്തുകയാണ്, നമ്മുടെ വാക്കുകൾ അവസാനിക്കുകയാണ്. എന്നാൽ പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും വാതിലുകളിതാ തുറക്കപ്പെടുകയാണ്. നമുക്ക് ഹൃദയം കൊണ്ട് റബ്ബിനോട് മന്ത്രിക്കാം. അല്ലാഹുവേ, പ്രപഞ്ചനാഥ, ഞങ്ങളിതാ നിന്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായൊരു കഴിവുമില്ല പടച്ചവനെ. നിന്റെ കാരുണ്യം കൂടെയില്ലെങ്കിൽ ഒരു ചെറിയ ചുവട് വയ്ക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല. നിന്റെ സഹായമില്ലാതെ ഒരു നന്മ ചെയ്യാനോ പൈശാചികമായ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനോ ഞങ്ങൾക്കാവില്ല. പടച്ചവനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സ്മരണയുടെ തേൻ തുള്ളികൾ നൽകി നീ ജീവിപ്പിക്കണേ. ജീവിതമാകുന്ന വലിയ കടലിൽ പരീക്ഷണങ്ങളുടെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, കാറ്റും കോളുമാകുന്ന പ്രതിസന്ധികളിൽ ഞങ്ങളുടെ ഈ കൊച്ചു തോണി ഉലയുമ്പോൾ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഉറപ്പുള്ള നങ്കൂരമിട്ട് ഞങ്ങളെ സുരക്ഷിതമാക്കണേ. നീ തുണയില്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോകുമായിരുന്നു പടച്ചവനെ. നീ കൂടെയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നെ വഴിതെറ്റിപ്പോകുമായിരുന്നു. റബ്ബേ, മനോവിഷമവും സഹിക്കാനാവാത്ത ജീവിതഭാരങ്ങളും കൊണ്ട് നെഞ്ചു പൊട്ടി നിൽക്കുന്ന നിന്റെ അടിമകളെ നീ കാണുന്നില്ലേ? ആരോടും പറയാത്ത കണ്ണുനീർ തുള്ളികൾ കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ നിന്നെ വിളിക്കുന്നവരെ നീ കേൾക്കുന്നില്ലേ? അവർക്ക് നീ സമാധാനം നൽകണേ. അവരുടെ ആകുലതകളെ നീ ആശ്വാസമാക്കി മാറ്റണേ. യാ അല്ലാഹ്, ഈ ജീവിതത്തിൻ്റെ അവസാന നിമിഷം, കണ്ണുകൾ അടയുന്ന നേരം, ഹൃദയമിടിപ്പ് നിലയ്ക്കാൻ ഒരുങ്ങുന്ന ആ വേളയിൽ ഞങ്ങളുടെ നാവുകളിൽ ഈ സ്വർഗീയ നിധി ബാക്കിയാക്കണേ. നിന്റെ വചനങ്ങളുമായി നിന്റെ സന്നിധിയിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. ഓർക്കുക, നീ ഒന്നുമല്ല, അവനാണെല്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഈ വാക്കുകൾ അവസാനിക്കുമ്പോൾ ഒന്നു മാത്രം നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചുവെക്കുക. നീ ഒറ്റയ്ക്കല്ല. നിന്റെ സങ്കടങ്ങളിൽ തളരാതിരിക്കുക. കാരണം നീയല്ല ശക്തി, അവനാണ് ശക്തി. നീയല്ല രക്ഷാധികാരി, അവനാണ് ഏകരക്ഷകൻ. നീയല്ല നിന്റെ ജീവിതം നിയന്ത്രിക്കുന്നത്, ആ കാരുണ്യവാനായ റബ്ബാണത് ചെയ്യുന്നത്. സ്വയം തളരാതെ നിന്റെ എല്ലാ ഭാരങ്ങളും ആ സ്വർഗീയ നിധി ഏൽപ്പിച്ചുകൊണ്ട് സമാധാനത്തോടെ ഉറങ്ങുക. അവൻ നിന്നെ കൈവിടില്ല.
വമാ തൗഫീഖി ഇല്ലാ ബില്ലാ. എൻ്റെ വിജയം അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം ആ കാരുണ്യവാൻ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.